അപ്പോൾ ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കളിക്കാൻ പോകുന്ന മൈൻക്രാഫ്റ്റാണ്. കുറച്ച് ലാഗൊക്കെ കാണും, എന്നാലും വി ആർ ബാക്ക് ഗൈസ്. ഇത് ലെറ്റ്സ് പ്ലേ എന്നങ്ങ് പറയുന്നേ ഉള്ളൂ, സീസൺ ഒന്നും ഇല്ല. ലെറ്റ്സ് പ്ലേ സീരീസ് ആണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ്. ഞാൻ ഇത്ര നാൾ വീഡിയോ ഇടാഞ്ഞത് ഇടയ്ക്കൊക്കെ ഞാൻ ഇടും, പക്ഷേ ചിലപ്പോൾ അത് കോപ്പിറൈറ്റ് ആവും. ഷോർട്സൊക്കെ ഇടുന്നുണ്ടായിരുന്നു. ഇതിങ്ങനെ ചുമ്മാ അപ്പോൾ ഇടയ്ക്കൊക്കെ അത് അല്ലാതെ പോകത്തൊന്നുമില്ല, എന്നുവെച്ചാൽ ലോഡാകത്തൊന്നുമില്ല. പിന്നെ ഗൈസ്, ഞാൻ ഈ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊരു ഇതിൻ്റെ അകത്ത്, വേറൊരു ഫോണിൻ്റെ അകത്ത് എടുത്ത ഒരു സീഡ് തന്നെയാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡ് ഇത് കണക്ക് ഞാനിങ്ങനെ മരമൊക്കെ വെട്ടി സ്റ്റോൺ ടൂൾസൊക്കെ ഉണ്ടാക്കിയപ്പോഴത്തേന് ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് നമ്മൾ എന്നിട്ടൊരു ഇതും കണ്ടുപിടിക്കുന്നുണ്ട്, ഒരു വലിയ കേവ്. അതിൻ്റെ അകത്തായിരുന്നു എൻ്റെ സ്റ്റാർട്ടർ ബേസൊക്കെ ഞാൻ ഉണ്ടാക്കിയത്. അങ്ങനെ നിൽക്കുമ്പോൾ ആ വീഡിയോ നോക്കിയപ്പോൾ അതിന് 1.5 GB സ്പേസ്, അതുകൊണ്ട് അത് എനിക്ക് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടിപ്പോൾ ഇത് വേറൊരു ഫോണിൽ കളിച്ചിടുന്നതാണ്. നമ്മൾ സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് മൊത്തം ഞാൻ ഒന്ന് പൊട്ടിക്കട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. ഒക്കെ പൊട്ടിച്ച് കഴിയാറായി. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി ആ കേവിലോട്ടൊന്ന് പോകണം. ഫസ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒരു ബെഡ് ഉണ്ടാക്കണം. പിന്നെ നമുക്ക് ഫുഡ്, ഈ ആപ്പിൾ തന്നെയുണ്ട്. പിന്നെ ഫുഡ്, പിന്നെ ഇങ്ങനത്തെ ഷീപ്പിനെയൊക്കെ കണ്ടാൽ നമുക്ക് കൊന്നേക്കാം. ഇനിയും സ്പോണാവുമായിരിക്കും. ആയില്ലേ പിന്നെന്തോ ചെയ്യാനാ. പിന്നെ വേറെ സ്ഥലത്ത് പോയൊക്കെ കണ്ടുപിടിക്കേണ്ടി വരും. അവിടെ ഒരു ഷീപ്പുണ്ട്. 2 ഉണ്ട്. ഇവനെ അങ്ങ് 3 ഉണ്ട് ഷീപ്പ്. ഒരെണ്ണം ഗ്രേയാ. ഓക്കെ, എനിക്ക് തോന്നുന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ കാട്ടിൽ എനിക്ക് തോന്നുന്നില്ല. അടുത്ത ഷീപ്പ്. എനിക്ക് തോന്നുന്നില്ല ഗൈസ് ഇവിടെ വല്ലോ. അതെന്തോ ഒന്നും തരാഞ്ഞേ. ഒരെണ്ണം അത് വെള്ളത്തിലും പോയി. അത് എടുത്തേക്കാം. അതോ മീനൊക്കെ പോകുന്നുണ്ട്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ കേവിൻ്റെ അടുത്തോട്ടൊന്ന് പോയി നോക്കാം. അവിടെ ആകെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ഇത് മാത്രമേ ഉള്ളൂ ഗൈസ്. കോള് മാത്രമേ ഉള്ളൂ. അത് പിന്നെ അവിടെ ഒരു നിങ്ങൾ അങ്ങോട്ട് നമുക്ക് പോകുമ്പോൾ നമുക്ക് കാണാം. അവിടെ എങ്ങനെ അറിയത്തില്ല, ആ കറക്റ്റ് ഷേപ്പിലൊരു സ്റ്റാർട്ടർ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി കറക്റ്റായിട്ടുള്ളൊരു അവിടെ ഇങ്ങനെ ഫോമായിട്ടുണ്ട്. വേൾഡ് ജനറേഷൻ അങ്ങനെ ആയിരുന്നു. ഇത് പൊട്ടി. അപ്പം അത് പൊട്ടിയിട്ടുണ്ട്. നമുക്കിതങ്ങ് കയ്യും കൊണ്ട് പൊട്ടിച്ചെടുത്തേക്കാം ഗൈസ്. ഇല്ലേ ഇതിങ്ങനെ ഫ്ലോട്ടായി നിൽക്കും. പിന്നെ വേറൊരു ദിവസം നമുക്ക് ഒരു ആക്സ് ക്രാഫ്റ്റ് ചെയ്തേക്കാം. ഇല്ലേ പിന്നെ കുറച്ചുകൂടി മരം വേണ്ടി വരുമായിരിക്കുമല്ലോ. അതായത് ആ കേവിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോള് മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ. അല്ലാതെ പിന്നെ ഒരു ഒറ്റ ഒരു ലാവാ സോഴ്സ് മാത്രമുണ്ട്. മറ്റേ ഒരു ബ്ലോക്ക്. തൊണ്ടയടഞ്ഞിരിക്കുക എന്താ അറിയത്തില്ല. ഇതൊന്ന് അടുക്കി വെച്ച. ഇപ്പം എനിക്ക് ഈ സൈഡിലാണ് വശം. ആക്സ് ഇരിക്കുന്ന സൈഡിലാണ് കുറച്ചുകൂടെ വശമുള്ളത്. ഇപ്പം അതാകുമ്പോൾ പെട്ടെന്ന് എനിക്ക് എടുത്തിട്ട് എന്തെങ്കിലും മോബ് വന്നാൽ ഫൈറ്റ് വല്ലതും ചെയ്യാമല്ലോ. നൈറ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. അത് തന്നെ ബ്രൈറ്റ്നസ് കുറഞ്ഞ് കിടക്കുന്നതുകൊണ്ടാണോ ഇനി നൈറ്റ് ആവുമെന്ന് തോന്നുന്നത്, അറിയില്ല. എനിക്ക് തോന്നുന്നു നൈറ്റ് ആവുകയാണെന്ന്. നൈറ്റ് ആവുക. നമുക്ക് ഇതിലോട്ട് ഇവിടെ അല്ലേ ഈ മല കയറണം. ഈ മല കയറിയിട്ട് വേണം അപ്പുറത്ത് ചെന്നാലേ നമുക്ക് ആ കേവ് കിട്ടത്തുള്ളൂ. നൈറ്റ് ആവുന്നങ്ങ്. ഈ സ്കെലട്ടണാണ് ഇച്ചിരി കൂടെ സീൻ ക്രീപ്പേഴ്സിനേക്കാളും ഇപ്പം വന്ന് ജാവയിലെ സ്കെലട്ടൺ ഉണ്ടുണ്ട്, അത്ര കുഴപ്പമൊന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുവാ 360 നോൺ സ്കോപ്പൊക്കെ അടിക്കും സ്കെലട്ടൺ.
ഇത്ര തവണ ഞാൻ മറ്റേ കഴിഞ്ഞ സീഡെന്ന് ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ അകത്ത് ഞാൻ കുറേ തവണ ചിരട്ടൻ്റെ അടിയിൽ നിന്ന് ചത്ത്. ഇവിടെ ബെഡ് ഇല്ല, പണ്ടും പറ്റത്തില്ലായിരുന്നു. പണ്ട് പഴയ മൈൻക്രാഫ്റ്റിൽ ഞാൻ പണ്ട് ട്രീ ഹൗസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ്. എന്നാലും ഒരു വലിയ ട്രീ ഇല്ലേ നമ്മുടെ, അങ്ങനെ അത്ര ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്ത മറ്റേ ട്രീ. ഇപ്പം ഇവിടെ ഒന്നും ഇല്ല ആ മരം. നിങ്ങൾക്കറിയത്തില്ലേ, ഇനിയിപ്പോൾ നിങ്ങൾ ഒരു കുറേ ബോൺ വീൽ കൊടുത്തിട്ട് ഒരു ഓക്ക് ട്രീ വളർത്തിയാൽ നമുക്കൊരു വലിയൊരു ട്രീ കിട്ടൂലേ, ആ ട്രീ. തൊണ്ടയടഞ്ഞിരിക്കുക. ആ ട്രീക്ക് അകത്ത് ഇങ്ങനെ കുറച്ച് സ്പേസ് ഉണ്ടാക്കി അവിടെ ഒരു വീടങ്ങ് ഉണ്ടാക്കി ഗൈസ്. അത്രയേ ഉള്ളൂ, അല്ലാതെ വലിയ ട്രീ ഹൗസ് വന്ന കൊച്ചേർക്കനായിരുന്നു. അപ്പം അന്ന് തോന്നിയ കണക്കങ്ങ് ഉണ്ടാക്കും. ഡയമണ്ട് കൊണ്ടൊന്നും വീടുണ്ടാക്കിയിട്ടില്ല. കുറേ പേര് ഞാൻ കുറേ ഷോർട്സൊക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ട്, കൊച്ച് പിള്ളേരില്ലേ ഈ മൈൻക്രാഫ്റ്റ് കളിക്കുന്നത്, അവർ ഈ ക്രിയേറ്റീവിൽ കളിക്കുമ്പോൾ ഡയമണ്ടും ഒക്കെ വെച്ചുണ്ടാക്കും. ഞാൻ ഗ്രാസ് ബ്ലോക്ക് വെച്ചിട്ടാണ് ഉണ്ടാക്കി. എൻ്റെ ആദ്യത്തെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു 30x30 എന്ന് പറഞ്ഞ ഒരു വലിയ സ്ക്വയർ കണക്കത്തെ ഒരു ബേസായിരുന്നു. ഇത്രയും വലിയൊരു ഇത് ഉണ്ടാക്കിയതാണ് ആദ്യത്തെ എൻ്റെ ബേസ്. എനിക്കിപ്പോൾ ഒരു ഓർമ്മയുണ്ട്, ആദ്യമായിട്ട് അതെടുത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ വീടിനടുത്തുള്ളൊരു ചേട്ടൻ എനിക്ക് പറഞ്ഞു തന്നു അതെങ്ങനെ കളിക്കണമെന്ന്. ഇപ്പോൾ എൻ്റെ സ്ക്രീനിലുള്ള കണക്ക് തന്നെ അതിൻ്റെ അകത്തും ഉള്ളത്. ജമ്പ്, ഫോർവേഡ്, ബാക്ക്വേഡ്, സൈഡ് വേസ് അങ്ങനെ മൂവ് ചെയ്യുന്നത്. ഈ ഒരു ഷീപ്പിനെ ഞാൻ കൊന്നേക്കാം. ഇപ്പം ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കേവ് കേട്ടോ. നമ്മൾ പറഞ്ഞ് ഇവിടെ എത്തി. ഓക്കെ, ആ താഴെ നിങ്ങൾ കണ്ടോ ഒരു സ്റ്റോണിൻ്റെ ഒരു പെട്ടി കണക്ക് കിടക്കുന്നത്. ഈ XP അങ്ങ് എടുത്തേക്കാം. എൻചാൻറ്റിങ് ടേബിളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി ആവശ്യം വരും. ഇത് ഞാൻ ഇപ്പോൾ പൊട്ടിച്ചിട്ടുണ്ട്. ഇതായിരുന്നു ഫസ്റ്റ് ഞാൻ സ്റ്റാർട്ടർ ബേസായിട്ടാണ് എടുത്തത്. പിന്നെ ഞാൻ പറഞ്ഞ ലാവാ സോഴ്സ്, പിന്നെ ഇതാ ഞാൻ പറഞ്ഞ കോള്. ഇവിടെ ആകെ ഈ കോള് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇനി ചിലപ്പം കുറച്ചുകൂടെ കുഴിച്ചാൽ എന്തെങ്കിലുമൊക്കെ കിട്ടുമായിരിക്കും. എനിക്കങ്ങ് വയ്യ ഗൈസ്, മടി. ചിലപ്പോൾ ഇവിടെ കുഴിച്ചാൽ അയൺ കിട്ടും. പിന്നെ ഈ ചങ്ക് മൊത്തത്തിൽ കുഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയമണ്ടും കിട്ടും. പക്ഷേ വയ്യ, ഒരു ഡയമണ്ട് പിക്കാക്സൊക്കെ ആവട്ടെ. എഫിഷ്യൻസി അൺബ്രേക്കിംഗ് ഒക്കെ ഇട്ട് ചെയ്യാം, അതാണ് നല്ലത് സത്യം പറഞ്ഞാൽ. പിന്നെ ഇതാ ഞാൻ പറഞ്ഞ ലാവാ സോഴ്സ്. ഓക്കെ, നമുക്കെന്നാൽ അങ്ങോട്ട് പോവാം തിരിച്ച്. വേറെ ഇവിടെ നിൽക്കുന്ന ഭയങ്കര സേഫ് അല്ല ഗൈസ്. എന്നാൽ നൈറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടുന്ന് എസ്കേപ്പ് എന്ന് പറയുന്ന സംഭവമില്ല. കഴിഞ്ഞ സീഡിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൈറ്റ് ആകുമ്പോൾ ഞാൻ ബെഡ് ഉണ്ടാക്കിയില്ല. എനിക്ക് ഒരു 2 പൂളേ ഉള്ളായിരുന്നു, അതുകൊണ്ട് എനിക്ക് ബെഡ് ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ ഒരു 2 നൈറ്റ് മൊത്തത്തിൽ വെറും പുറത്തോട്ട് നോക്കിയിരിക്കുമായിരുന്നു. ആ വീഡിയോയ്ക്കകത്ത് കാണാം ഗൈസ്. അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്, എന്നുകൊണ്ട് ഞാൻ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. വെറും 3 വീഡിയോയ്ക്ക് മൊത്തത്തിൽ 3 GB എങ്ങാണ്ടോ സ്പേസ് എടുത്ത 3 GB. ഇപ്പം ഞാൻ എഡിറ്റ് ചെയ്യുന്ന ഇതുണ്ടല്ലോ ഈ ആപ്പ്, അതിൻ്റെ അകത്ത് പറ്റത്തില്ലെന്ന് അത്രയും GB ഉള്ള സംഭവമാണ്. ഈ മരം പൊട്ടിച്ച് ഫുഡിൻ്റെയൊക്കെ ആവശ്യം കുറേ ഉണ്ട് ഗൈസ്. ഫുഡൊക്കെ കുറേ ആവശ്യമുണ്ട്. ഇനി വല്ല കേവ് വല്ലതും കിട്ടുമോ? അത് വില്ലേജ് ഗൈസ്. ഞാൻ ഇതെന്നെ മറ്റേ വേൾഡിൽ കണ്ടിട്ടില്ല. അവിടെ ഇത്രയും അടുത്തൊരു വില്ലേജ് ഉണ്ടായിട്ട് മറ്റേ വേൾഡ് ഞാൻ കണ്ടിട്ടില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ആ കുഴിക്കകത്ത് ജീവിച്ച് ഒരു വഴിയായി. അയ്യോ, എത്ര തവണ ചത്ത്. സോംബിയൊക്കെ 5-6 ഗൈസ്. 4 ക്രീപ്പർ എന്തോ ഉണ്ടായിരുന്നു എൻ്റെ വീടിൻ്റെ പുറത്ത്. ഞാൻ അറിയാവുന്ന കഥ തുറന്ന ഈ ഒരെണ്ണം പൊട്ടാൻ പോയി നോക്കുമ്പം എൻ്റെ പുറകെ കൂടെ ഒരെണ്ണം പൊട്ടുന്നു. അപ്പോൾ ചാവുമ്പോൾ നമുക്ക്
മറ്റേ അടുത്ത് സ്ക്രീനിൽ മറ്റേ കാണത്തില്ലേ ഇങ്ങനെ സറൗണ്ടിങ്സൊക്കെ, അങ്ങനെ നോക്കുമ്പോൾ ആദ്യം പൊട്ടി ഒരെണ്ണം, പിന്നെ പുറകെ വന്ന് പൊട്ടി ഒരെണ്ണം, പിന്നെ 2 എണ്ണം ചുമ്മാ നിൽക്കുന്ന സൈഡിൽ. പിന്നെ സ്പോണായി തിരിച്ച് ഇവിടെ ഞാൻ കണ്ടില്ല, ഇത്ര അടുത്തായിട്ട് കുറച്ചുകൂടെ എക്സ്പ്ലോർ ചെയ്യണം വേൾഡൊക്കെ എനിക്ക് തോന്നുന്നു. ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല, ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയി നോക്കിയാലേ പറ്റത്തുള്ളൂ. ബ്ലാക്ക് സ്മിത്ത് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു. അവിടെ നല്ല രസമുണ്ടല്ലേ കാണാൻ ഗൈസ്. ഒരു വീടുണ്ടാക്കാനായിട്ട് പറ്റിയൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളൊരു കാര്യം പറയും, ഞാൻ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടു. അപ്പോൾ ഞാൻ വേറെ ഒരു വേൾഡിൻ്റെ അകത്ത് ആ വീട് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം ആ വീട്. അത് തന്നെ ഇതിൻ്റെ അകത്ത് ഉണ്ടാക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അത് നല്ല രസമാണ് കഴിച്ചത്. എന്ന് പറഞ്ഞാൽ 4 ആനിമൽ ഫാർം, പിന്നെ ഒരു വലിയ ഫാർം, വീടിന് ചുറ്റും നമ്മളിങ്ങനെ ഫാർം ചെയ്ത് വെച്ചേക്കുക. ഒരു 3 നിലയോളം ഉണ്ട് ആ വീട്. നല്ല രസമായിരുന്നു ഗൈസ്. ഞാനത് മൊത്തം ഉണ്ടാക്കി നോക്കി ഞാനത് വേറൊരു വേൾഡിൽ. അപ്പോൾ നല്ല പറഞ്ഞാൽ കറക്റ്റ് പറ്റും ഗൈസ്. എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്ഥലം കണ്ടോ, അതേ കണക്കത്തെ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടാക്കിയത് ഞാൻ ആ വീട്. ഞാനത് നിങ്ങൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തേക്കാം. അത് ഈ വേൾഡിൽ ഉണ്ടാക്കണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഈ വേൾഡിൽ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ട്. എന്നാൽ ഈ വേൾഡ് അങ്ങ് നമ്മൾ ഭയങ്കരമായിട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമെന്ന് അറിയത്തില്ല, മറ്റേ സുധിയണ്ണനെ നിങ്ങൾക്കറിയാമോ? അപ്പോൾ സുധിയണ്ണൻ്റെ വേൾഡിൽ കുറേ ബിൽഡൊക്കെ ഉണ്ടാക്കുമല്ലോ, അത് കണക്ക് തന്നെ നമുക്ക് നമ്മുടെ ഡിസ്പ്ലേ വേൾഡിൽ ഉണ്ടാക്കണം ഗൈസ്. എൻ്റെ സ്കിന്ന് ഇതുവരെ റെഡിയായില്ല. നിങ്ങൾക്ക് അറിയാമെന്നറിയത്തില്ല, എൻ്റെ പഴയ വീഡിയോ കണ്ടവരാണ് നിങ്ങൾക്കറിയാം. എൻ്റെ ഒരു സ്കിന്നുണ്ട്, ഒരു വയലറ്റ് കളറിലെ സ്കിന്നാണ് എൻ്റെ ഫേവറേറ്റ് കളറാണ്. അപ്പോൾ ഞാൻ തന്നെ കുറേ ഡീറ്റെയിലിങ് ചെയ്തെടുത്ത, ഞാൻ തന്നെ ഉണ്ടാക്കിയൊരു സ്കിന്നാണ് അത് പോയി അറിയാതെ എൻ്റെ അടുത്ത് മൈൻക്രാഫ്റ്റ് ഡിലീറ്റ് ആയിരുന്നു. അപ്പോൾ ആ വേൾഡ് പോയി, പിന്നെ എൻ്റെ സ്കിന്നൊക്കെ പോയി. അപ്പോൾ അതൊന്നും കൂടി ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു തവണ ചെയ്ത് നോക്കി, പക്ഷെ അത് പറ്റിയില്ല ഗൈസ്. ഇതിൻ്റെ അകത്ത് വരാൻ ഈ മൈൻക്രാഫ്റ്റ് പറ്റത്തില്ലെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക. എന്താണെന്ന് എനിക്കറിയത്തില്ല. വേറെ സ്കിന്നാണെങ്കിൽ നമുക്ക് നമ്മുടെ സ്കിൻ എടുക്കാൻ പറ്റുമല്ലോ, അത് കണക്ക്. ഇതിൻ്റെ അകത്ത് പറ്റിയില്ല ഗൈസ്. കുറേ ഹോളുണ്ട് നമുക്കിപ്പം. എൻ്റർ ഡ്രാഗനെ നമുക്ക് ബെഡ് വെച്ച് കൊല്ലണോ അതോ ബോയൊക്കെ ഉണ്ടാക്കിയിട്ട് കൊല്ലണോ? എനിക്കൊരു ഐഡിയ ഉണ്ട് ഗൈസ്. നമുക്ക് ഫുള്ള് എന്ന് പറഞ്ഞാൽ അയൺ ആർമർ ആണെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ഈ ഫുൾ അയൺ ആർമർ, അയൺ ടൂൾസ് ആണെങ്കിലും ഒരു കുഴപ്പമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് നമുക്കൊരു അയൺ ആർമർ, അയൺ ടൂൾസ്, ഒരു ബോയ്, പിന്നെ മൊത്തം എൻചാൻറ്റഡ് ആയിരിക്കണം, അത് വേറെ കാര്യം. ഇതെല്ലാം എടുത്തുകൊണ്ട് നമുക്ക് അങ്ങ് ഡ്രാഗനെ പോയാൽ കൊല്ലണം ഗൈസ്, പെട്ടെന്ന് തന്നെ. എന്നിട്ട് എലൈട്ര വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും നമ്മുടെ വേൾഡിൽ. എനിക്ക് അത്ര സ്പീഡിലങ്ങ് കൊന്നു കളയണമെന്നൊന്നും അല്ല പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു എത്രാമത്തെ എപ്പിസോഡാണ്, ഒരു 20-25 എപ്പിസോഡാകുമ്പോഴേലും ഡ്രാഗനെ കൊന്നു കളയണം. അതായിരിക്കും ഇച്ചിരി നല്ലത്. നൈറ്റായി, നമുക്കങ്ങ് കയറി കിടന്ന് ഈ ബേബി വില്ലേജാണ് തല്ലിക്കൊല്ലണമല്ലോ. എന്നാൽ ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു, നമുക്കിങ്ങനെ പുഷ് ചെയ്ത് കളയായിരുന്നു ഇവന്മാർ ഈ ബെഡിൽ നിന്ന്. നോക്കട്ടെ, ഒരു മിത്ത് ബസ്റ്റിംഗ് ആണോ നോക്കാം. അല്ല ഗൈസ്, അരുതില്ല. ശരി, ഇവൻ ഒരു ബ്ലോക്ക് ടോളല്ലേ, അതുകൊണ്ട് ഇവൻ്റെ തല കണ്ടോ, ഒരു മത്തങ്ങ കണക്ക് അത്രയും വലിയൊരു തലയാണ്. അവൻ്റെ ശരീരത്തിൻ്റെ പകുതി ഉണ്ടല്ലോ അവൻ്റെ തല. എനിക്കിനി പുറത്തോട്ട് ഇറങ്ങിയേക്കാം. എനിക്കൊന്ന് മൈനിങ്ങിന് പോകണമെന്നുണ്ട്. ഇറങ്ങിപ്പോടാ. എനിക്ക് മൈനിങ്ങിന് പോകണമെന്നുണ്ട്. ഇതങ്ങ് ക്ലോസ് ചെയ്തേക്കാം. ഇനി
വേറെ ഇവൻ തന്നെ വീണ്ടും വേണേൽ വന്ന് കിടക്കും വലിയ കാര്യത്തിൽ. നമ്മളാണ് ഈ വേൾഡിൻ്റെ ദൈവം. അപ്പോൾ നമ്മൾ ഉറങ്ങിയാലേ വേൾഡ് മോർണിംഗ് ആവത്തുള്ളേ. നമ്മൾ ഉറങ്ങിയാൽ പെട്ടെന്ന് മോർണിംഗ് ആവും. അപ്പോൾ ഈ സ്പൈഡർ നമ്മുടെ ഫസ്റ്റ് എന്താ അതിന് പറയുക, അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലായിരുന്നു ഡിലീറ്റ് ആയി പോയെന്ന് മൈൻക്രാഫ്റ്റ്. അതുകൊണ്ട് സൈൻ ഇൻ ചെയ്തൊക്കെ പോയി. അതുകൊണ്ട് അച്ചീവ്മെൻ്റ് ഒന്നും കിട്ടുന്നില്ല. എന്തുമായിരുന്നു മോൺസ്റ്റർ ഹണ്ടർ അങ്ങനെ തന്നെയാ അത്. ഇപ്പം കിട്ടിയേനെ നമുക്ക് ഇതിനെ കൊന്നതിന്. പക്ഷെ നമുക്ക് കിട്ടൂല, നമ്മുടെ അടുത്തുനിന്ന് പോയല്ലോ. അപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടില്ല ഇതുവരെ. അതുകൊണ്ട് ഒരു അച്ചീവ്മെൻറ്റ് നമുക്ക് കിട്ടില്ല. ഇപ്പം നമ്മൾ ഡ്രാഗനെ കൊന്നു കഴിഞ്ഞെന്ന് എഴുതിക്കോ, നമുക്കൊരു അച്ചീവ്മെൻറ്റും കിട്ടത്തില്ല. ഇപ്പം നമ്മൾ ഡ്രാഗനെയും കൊന്ന് ബീക്കണൊക്കെ ഉണ്ടാക്കി എല്ലാ ബോസ് ഫൈറ്റും കഴിഞ്ഞ് സൈനിനൊക്കെ ചെയ്തിട്ട് ഞാനൊരു എന്തോ ചെയ്യാനാ ഒരു സ്റ്റോൺ പൊട്ടിച്ചെന്ന് എഴുതിക്കോ. അപ്പോൾ എനിക്ക് എത്ര സോംബി ആയത്, അയ്യോ എൻ്റെ പൊന്നെ കുറേ ഉണ്ടല്ലോ. ഇവന്മാർ പുറത്തോട്ട് വന്ന് ഇവന്മാർ തന്നെ ചാവത്തില്ലേ? ചാവുന്നു. എല്ലാത്തിനും കത്തി 4 എങ്ങാണ്ടുണ്ട് കഴിച്ചു. അത് 3 വില്ലേജുകളാണ്. അത് വേറെ കാര്യം. എനിക്കൊന്ന് വില്ലേജിന് അടുത്തായതും കൊണ്ടായിരിക്കണം ഇങ്ങനെ. അതോ ഇന്നലെ രാത്രി സ്പോണായതുമല്ലോ ആണ്. വില്ലേജിനടുത്ത് ഇപ്പോൾ എല്ലാം ചാവും. നീയും ചാവണം. സെറ്റ്. ഈ റോട്ടൺ ഫ്ലഷ് തിന്ന് കഴിഞ്ഞാലും അതങ്ങ് പൊട്ടി. ആവശ്യം വരും ഗൈസ് ഈ ബ്ലോക്കൊക്കെ. ചുമ്മാ എത്രയെന്ന് പറഞ്ഞാൽ കുറേ ആവശ്യം വരും ഗൈസ് ബ്ലോക്ക്. നമ്മളിപ്പം പോയ കേവ് എന്ത് ഇവിടെ ഇതിനകത്ത് കോപ്പറുണ്ട്. അത് അയണാ. സെറ്റ് ഗൈസ്. നമുക്കങ്ങനെ നമ്മുടെ ഫസ്റ്റ് അയൺ കിട്ടിയിട്ടുണ്ട്. എത്ര എണ്ണം ഉണ്ടെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമുക്ക് പൊട്ടിച്ച് നോക്കാം. എനിക്ക് അത്യാവശ്യം വേണ്ട ഒരു 3-4 അയൺ. ഓക്കെ, എനിക്കൊന്ന് 4 എണ്ണം ഉണ്ടാവുമോ? 4 വയസ്സ് അതിലും കൂടുതലുണ്ട്. അയ്യോ, ഞാൻ വിചാരിച്ചു അവിടെ അയൺ ഉണ്ടെന്ന്. വയസ്സ് ഓക്കെ, സെറ്റ്. നമുക്കപ്പോൾ നമ്മുടെ ഇതെല്ലാം കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇച്ചിരി കൂടെ. ഞാൻ അങ്ങനെ കോപ്പർ എടുക്കാത്ത, നമുക്കങ്ങ് എടുത്തേക്കാം ഗൈസ്. കോപ്പർ ഒരെണ്ണമായിട്ടല്ല അല്ലേ? ഒരെണ്ണം പൊട്ടിച്ച ഒരു 3. എൻ്റെ പിക്കാക്സ് പൊട്ടി. വേറെ ഉണ്ട്. ഞാൻ വിചാരിച്ചിരുന്ന ഗൈസ് കോപ്പർ നമ്മളിപ്പം ഒരു കോപ്പറിൻ്റെ ഓറ് പൊട്ടിച്ചാൽ ഒരെണ്ണമേ കിട്ടത്തുള്ളൂ. ഈ അയണൊക്കെ കിട്ടുന്നതൊക്കെ കിട്ടത്തുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. നല്ല കാര്യം. എനിക്ക് എൻ്റെ ഈ വേൾഡ് അപ്ഡേറ്റ് ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുതിയ സാധനമൊന്നും എൻ്റെ അടുത്തില്ല. ഇത് പറയുമല്ലോ, കോപ്പറിൻ്റെ ആർമറും പിക്കാക്സും ഒക്കെ നമുക്ക് എടുക്കാവേ. അത് എൻ്റെ അടുത്തില്ല. ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ ആർമറൊക്കെ സെറ്റാക്കി നന്നായിട്ട് പോവായിരുന്നു. ഇതൊരു വലിയ ഗെയിമാണല്ലോ. അങ്ങോട്ട് ചാടിയാൽ എന്തായാലും ഒരു 5 ഹാർട്ടിന് മണ്ടയ്ക്ക് പോകും. വെറുതെ ചാടി ഹാർട്ട് കളഞ്ഞാൽ ഫുഡ് കുറച്ചേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തെങ്കിലും കണ്ടുപിടിക്കണം ഈ ഫുഡിന് വേണ്ടിയേ. ഇല്ലേ പണിയാ. പിന്നെ ഫുഡില്ലാതെ കഴിയേണ്ടി വരും. അങ്ങോട്ട് പോകണം. അയ്യോ, ഇവിടെ സ്റ്റെപ്പ് കണക്ക് ആ ഭാഗത്തോട്ടുണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് ഇവിടോട്ട് താഴോട്ടിറങ്ങി. കുഴപ്പമില്ല, കുറച്ചുകൂടെ ബ്ലോക്ക് എടുത്തേക്കാം. ആവശ്യം വരുവേ. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ അവിടെ നിന്ന് കുറേ ബ്ലോക്കൊക്കെ പൊട്ടിച്ച് കുറേ നേരം എടുത്ത് ഇവിടെ വരെ എത്താൻ. ഞാൻ ഒരു സോംബിനെ കണ്ടു. അവിടെ കുറച്ച് കോളിരിപ്പുണ്ട്. അതെടുക്കണമെന്നുണ്ട് എനിക്ക്. ഇതിനെ അടിക്കാൻ പറ്റുമോ? ഇല്ല ഗൈസ്. ദേ ഒരു ക്രീപ്പർ വരുന്നു. അയ്യോ, എനിക്ക് ആകെ ഇപ്പോൾ ഗൈസ് എനിക്ക് 1.5 ഹാർട്ടേ ഉള്ളൂ. ഒരടി ഞാൻ ചത്തു. അയ്യോ, അപ്പോൾ എല്ലാവർക്കും ബൈ.